ഇരിക്കാനല്ലേ പറഞ്ഞേ? കയറി ഇരുന്നോടാ. അയ്യോ അയ്യോ എന്റെ ഭഗവാനെ, അയ്യോ മോശം പിടിച്ചോളെ. നോക്കടാ, ഇവറ്റകൾ എന്നെ പെടുത്തുന്ന പാട് കണ്ടോടാ. പാടാ ഇത് എന്നോട് പറഞ്ഞിട്ട് എന്താ? ഇവറ്റകളുടെ തന്തയോട് പറ. ഓ തന്തയോട് പറ. ചെമ്മരിയാടിനെ നന്നാക്കാൻ ചെന്നായോട് പറയുന്ന പോലെ അവനോട് പറഞ്ഞാല് നീ എങ്ങനെയെങ്കിലും ഈ നാശം പിടിച്ചങ്ങളെ ഒന്ന് നേരെയാക്കാൻ നോക്ക്. കമ്പ് വെച്ച് കെട്ടിയാൽ നേരെ നിൽക്കുന്നവരല്ല. അതെങ്ങനെയാ? മൊന്തന്റെ മൂട്ടില് മൊന്തനല്ലേ ഉണ്ടാവൂ. ആ നീ ഇവിടെ ഉണ്ടായിരുന്നു. നീ ഇന്ന് കോളേജിൽ പോയില്ലേ? കോളേജ് ലീവാ. എന്താ വല്യമ്മച്ചി, ചെറുമക്കളെല്ലാം കൂടി പിഴിച്ചിൽ നടത്തുകയാണല്ലോ. എന്റെ രാമനായരെ, ഇവറ്റകളെല്ലാം കൂടെ എന്നെ കൊന്നു തിന്നും. ഇനി അമ്മച്ചി വിഷമിക്കണ്ട, മരുമകൾ വന്ന് കേറുമ്പോ ഇതെല്ലാം അങ്ങ് തീരും. മരുമകൾ? അത് പറയാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏത് പറയാ? മരുമകളെ പറ്റി. എന്താ തനിക്ക് ജോലിസുണ്ട്? എന്റെ ബാലം കുഞ്ഞെ, എന്റെ തൊഴിലിന് അല്പം ജോലിസും കൂടി ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. അത് ആ വെള്ളം താൻ അങ്ങ് വാങ്ങി വെച്ചേര്. എന്നെ കൊണ്ട് നിർബന്ധിച്ചൊരു കല്യാണം കഴിച്ച് ഒരു മരുമകളെ കൊണ്ടുവരാനുള്ള ആഗ്രഹമാ. അത് നടപ്പിലിടും. ബാലം കുഞ്ഞെ, എന്നെ വാശി പിടിപ്പിക്കരുത്, എന്നെ വാശി പിടിപ്പിക്കരുത്. ചേട്ടന്റെ രണ്ടാം കല്യാണം നടത്തിയവനാ ഞാൻ. ചേട്ടന്റെ രണ്ടാം കല്യാണം? 15 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ കല്യാണം നടത്തിച്ചു. രണ്ടാം കല്യാണം 15 മിനിറ്റ് മുമ്പേ നടത്തി. ഓഹോ, താനപ്പ അത് നടത്തിട്ടല്ലേ? അതിനാണ് ചുറ്റിപ്പറ്റുന്നത്. എടാ പരമദ്രോഹി, നിനക്ക് എങ്ങനെടാ ഇതിന് മനസ്സ് വന്നത്? ഈ കാലം അത്രയും ഞാൻ ഈ കുഞ്ഞുങ്ങളെ കണ്ണിൽ എണ്ണയെ ഒഴിച്ച് വളർത്തി. ഇനി ആ യന്ത്രവള് വന്നു കയറി എന്തെല്ലാം പാടാണോ പെടുത്തുന്നത്. അമ്മൂമ്മ ആരാ അമ്മൂമ്മ വരാൻ പോണത്? നിങ്ങൾക്ക് ചിറ്റമ്മ വരാൻ പോന്നു. നിർത്തിന് ദരിദ്രം പിടിച്ചു നിങ്ങളെ. ചിറ്റമ്മ വരുന്ന പറഞ്ഞപ്പോഴത്തേനെ കുതിക്കണ്ടില്ലേ? ചിറ്റമ്മ എന്ന് പറഞ്ഞ ആരാണ് അമ്മൂമ്മ? നിന്റെ അച്ഛന്റെ ഭാര്യ. നിർത്ത്. ആ ദരിദ്രവാസിക്ക് പറഞ്ഞ പരമദരിദ്രവാസികള്. അമ്മമ്മേ, ചിറ്റമ്മ എങ്ങനെ ഇരിക്കും? ഭൂതം പോലെ ഇരിക്കും. കണ്ണിൽ കൂടെ തീ പറക്കും. പള്ളി ഇങ്ങനെ ഇരിക്കും. നഖം നീണ്ടിരിക്കും. നാക്ക് നീണ്ടിരിക്കും. ചോര കുടിക്കും. ആ അവളിവിടെ വന്നാലേ നിങ്ങളുടെ എല്ലാം ചോര അവള് കുടിക്കും. തീക്കൊള്ളിയെടുത്ത് ചുടും. അമ്മേ, പുതുമണവാളം വന്നിട്ടുണ്ട്. അരത്തൊഴിയാൻ ചെല്ല്. നിന്നെ തന്നെ വിളിക്കുന്നത്. നിന്റെ കാത് കേൾക്കത്തില്ലേടാ? പുതുമാപ്പിള, നീ എന്തിനാണ് അവനെ വിളിച്ചു നോക്കുന്നത്? എന്നാലും നീ ഈ വേല ചെയ്തതാണല്ലോടാ. എന്റെ തലയൊന്നും മറന്നിട്ട് നിനക്ക് ഇതൊക്കെ ചെയ്താ പോരായിരുന്നോടാ. കൊള്ളാം. ഇപ്പൊ തന്നെ കല്യാണം ചെയ്തതേ തെറ്റ് എന്ന് പറയത്തക്ക പ്രായവും വയസ്സും ഉണ്ട് എനിക്ക്. പിന്നെ അമ്മയുടെ തല മറയുന്നത് വരെ കാത്തിരുന്നതിന് ശേഷം ഞാൻ കല്യാണം ചെയ്യുന്നത്. എന്തിനമ്മേ പിന്നെ കല്യാണം? എന്റെ പൊലോളി അടിയന്തരമൊക്കെ നടത്തിയ പോരെ? അത് നേരത്തെ ഒന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ നാട് നന്നാകുമായിരുന്നു. ഞാൻ ഇപ്പൊ പോകാം, പക്ഷേ ഇനിയും ഞാൻ വരും. പറ്റി എന്നെ പട്ടിയെന്ന് വിളിച്ചു, പക്ഷേ എന്റെ ചേട്ടനെ പട്ടിയെന്ന് വിളിച്ചാൽ അത് പട്ടിക്കൂടെ അവമാനമാണ്. ഓമനെ, ഓമനെ, നാളെ നിന്റെ ചേട്ടത്തിയും വരും. വേണ്ടതെല്ലാം നോക്കിക്കോ. അയ്യോ, ഈ ചെയ്ത്താൻ കെട്ടി ആ പിശാച് വന്ന് ഈ വീടിനെ ചുടുകാടാക്കുമല്ലോ. എന്റെ കൊടുങ്ങല്ലൂരമ്മേ, എന്റെ ഭഗവതി. അയ്യോ, ഈ ചോര എന്തിനാ? ചിറ്റമ്മയ്ക്ക് കുടിക്കാൻ. ചിറ്റമ്മയ്ക്ക് അറുത്തൊഴിയാ. അമ്മൂമ്മ, ഈ ചോര എന്തിനാണ്? ചിറ്റമ്മയ്ക്ക് കുടിക്കാനോ? ആ അവള് നിങ്ങളുടെ ചോര കുടിക്കും. പാലെല്ലാം ചുരുട്ടി വെച്ചോളി. എന്റെ അടുത്ത് കുതിര കയറുന്ന പോലെ അവിടെ അടുത്ത് ചെന്നാലേ അവള് കാലും കൈയും വെട്ടി അടുപ്പി വെക്കും. ചുടും. ചുടും. എടി ഓവനെ, ആ നിന്റെ അവിടെ ഞാനൊരു കാര്യം പറയുന്നു. അവളിവിടെ വന്ന അവള് നിൽക്കുന്നിടത്ത് നീ നിൽക്കരുത്. പിന്നെ വലിഞ്ഞു കയറി എന്തെങ്കിലും ചോദിക്കാൻ വന്ന എന്ത് ഏത് എന്ന് പറഞ്ഞ് വിട്ടേക്കണം. അല്ലാതെ വളാന്ന് വല്ലതും പറഞ്ഞാലേ 1-9 അവൾ അവന്റെ കൂടെ പറഞ്ഞു കൊടുക്കും. അവനാണെങ്കിൽ ചെയ്താന്റെ അമ്മയ്ക്ക് ചെലവിന് കൊടുത്തത്. പിന്നെ നിന്റെ കാലേശി പോക്കും കല്യാണവും എല്ലാം കോവി. എന്താ മനസ്സിലായോ? അയ്യോ, ആ ചെയ്താൻ വന്നെന്നാ തോന്നുന്നത്. തനിച്ചല്ല, കൂടുതൽ തടിയനുമുണ്ടല്ലോ.
എന്താ ചേച്ചി നോക്കുന്നത്? ഈ വീട്ടിൽ 8 കുട്ടികളുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒന്നിനെ പോലും കാണുന്നില്ലല്ലോ.